അതാ വിഷയം. എൻ്റെ ഈ എളിയ ജീവിതം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വർഗവർണ്ണങ്ങളില്ല. റോസ ഒരു സാധാരണ പെൺകുട്ടിയല്ല മദറെ. അസാധാരണ ദൈവിക ഇടപെടൽ നടക്കുന്ന കുട്ടിയാണ്. എന്റെ മനസ്സും അത് തന്നെ പറയുന്നു. മരിച്ചു പോകുമെന്ന് ഞാൻ കരുതിയ പെൺകുട്ടിയാ. ഒരു കുഴപ്പവും ഇല്ലാതെ എഴുന്നേറ്റ് വന്നത് കണ്ടില്ലേ? മുറിയിലെ വലിയ പ്രകാശവും സൗരഭ്യവും. ഓ, ഞാൻ ആകെ പേടിച്ചു പോയി. മദർ, റോസയെ വിളിച്ച് സംസാരിക്കേ. എന്താണ് ആ സമയം സംഭവിച്ചത് എന്നറിയുക നല്ലതല്ലേ? ഞങ്ങൾ എന്ത് ചോദിച്ചിട്ടും ഒരു ചിരി മാത്രം. തീർച്ചയായും തീർച്ചയായും ഞാൻ അവളോട് സംസാരിക്കാം. റോസേ, മദർ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. ഞാൻ അകത്തേക്ക് വരട്ടെ മദർ? റോസേ, വരൂ വരൂ, ഇരിക്കൂ. വേണ്ട മദർ, ഞാനിവിടെ നിന്നോളാം. പറ്റില്ല പറ്റില്ല, ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കണം. ഈ കസേരയിലേക്ക് ഇരിക്കൂ. ഇരിക്കൂ. നല്ല കുട്ടി. ഈ മഠവും മഠത്തിലെ രീതികളും ബോർഡിങ്ങിലെ ജീവിതവും എല്ലാം റോസയ്ക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. വെറും പനമ്പ് കൊണ്ട് മറച്ച 4 മുറികളുള്ള ഒരു ഓലക്കെട്ടിടത്തിൽ തുടങ്ങിയ ഒരു മഠമാണിത്. ലെയോപോൾദ മൂപ്പച്ചനും വികാരി ജനറലായിരുന്ന ചാവറ കുര്യാക്കോസ് ഏരിയാസ് അച്ഛന്റെയും അക്ഷീണ പ്രയത്നമാണ് ഇന്ന് ഈ നിലയെ കാണുന്നതെല്ലാം. മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പ്രാപ്തനായ ഒരു പുണ്യാത്മാവാണ് അദ്ദേഹം. വിശുദ്ധിയിൽ ജീവിച്ചയാൾ. ഞാൻ പ്രാർത്ഥിക്കാം. ഈ മടത്തിയ മുഴുവൻ സംസാര വിഷയമായി റോസയുടെ രോഗശാന്തി. ഇത്ര പെട്ടെന്ന് എല്ലാ അസുഖങ്ങളും മാറുക, പ്രകാശം വരിക, സുഗന്ധം വരിക. ഓ മോളെ, പുണ്യാത്മാക്കൾ ആരെങ്കിലും വന്നിരുന്നുവോ? മോൾ എന്താ കണ്ടത്? ചിരിക്കുക. മദറാണ് ആവശ്യപ്പെടുന്നത്. വേഗം പറയൂ. പറയാം അമ്മേ. വീട്ടിൽ വെച്ച് തന്നെ അസാധാരണ ദർശനങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. വീട്ടിൽ വെച്ചോ? അസാധാരണ ദർശനങ്ങളോ? പരിശുദ്ധ അമ്മ എനിക്ക് ദർശനം തരാറുണ്ട്. പരിശുദ്ധ അമ്മയോ? അതെ, അമ്മയാണ് എനിക്ക് നവവൃന്ദം മാലാഖമാരെ കുറിച്ച് പറഞ്ഞു തന്നത്. അമ്മയുടെ അനുഗ്രഹത്തോടെയാണ് ഞാൻ മടത്തി ചേർന്നത്. ഈശോയെ, എന്നിട്ട് ഇന്നലെ എന്നാ സംഭവിച്ചത്? അസുഖം കൂടുതലായപ്പോ മുതൽ ഞാൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ചു. എന്നിട്ട് സ്വർഗീയ പ്രഭ ചൊരിഞ്ഞ് തിരുക്കുടുംബം മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. തിരുക്കുടുംബോ? അതെ,
സംഭവിക്കുന്നത്? അമ്മേ, പ്രകാശം വരുന്നത് കണ്ടോ? എന്നിട്ട് പുറകിൽ 2 മാലാഖമാർ മെഴുകുതിരി കത്തിച്ചു പിടിച്ച് അകമ്പടിയായി പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് ആശ്വാസവും രോഗസൗഖ്യവും നൽകുവാനാണ് തിരുക്കുടുംബം എന്നെ സന്ദർശിക്കാൻ വന്നത്. ആ ധന്യ നിമിഷത്തിൽ തന്നെ എന്റെ അസുഖം മുഴുവൻ എന്നെ വിട്ടൊഴിഞ്ഞു. തിരുക്കുടുംബം റോസയോട് എന്തെങ്കിലും പറഞ്ഞോ? പരിശുദ്ധ കന്യകാ മാതാവ് എന്നെ ആശീർവദിച്ചിട്ട് പറഞ്ഞു, ഒരു കന്യാസ്ത്രീയായി ഏറെ വർഷങ്ങൾ ജീവിച്ച ശേഷമേ റോസയ്ക്ക് മരണം സംഭവിക്കുകയുള്ളൂ. മാതാവിന്റെ ദർശനങ്ങൾ ചെറുപ്പകാലത്തെ മോക്ക് ലഭിച്ചതുകൊണ്ട് മോക്കത് പുതുമയല്ല. എന്നാ ഞങ്ങൾക്കിത് ആശ്ചര്യജനകം തന്നെ. നമ്മുടെ സഭാലോകം മുഴുവൻ ക്രിസ്തുവിന് സാക്ഷികളായി വളരണം. അനേകം മക്കൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് സന്യാസത്തിന്റെ മഹത്വം മനസ്സിലാക്കി കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ ആവേശത്തോടെ വരണം. റോസ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. എന്റെ സന്യാസ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളതാണ്. അവൾ നമ്മുടെ കെണികൾ തകർത്ത് രക്ഷപ്പെട്ടത് കണ്ടില്ലേ? ലജ്ജാവഹം, ലജ്ജാവഹം. അവൾ ജീവിതകാലം മുഴുവൻ നമുക്കെതിരെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് യജമാനെ. ഇതെവിടെ ഓടി പോകുന്നത്? ഇതിനും പട്ടായ അവൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിട്ടുള്ളവളാ. ഓഹോ, പുതിയ പദ്ധതികൾ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കണം. അതുപോലെ നടക്കൂ. പരിശുദ്ധ അമ്മേ, കർമ്മല സഭയുടെ റാണി, ഞങ്ങളുടെ സഭയെയും ലോകം മുഴുവനുമുള്ള സന്യാസ സഭകളെയും ഞാൻ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നു. എല്ലാ ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മേ, അമ്മയുടെ നീലക്കാപ്പയിൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമേ. അവൾ കന്യകാമറിയം തന്റെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുന്നു. ചൂട് കൂടുന്നു. യജമാനെ പണിയൊന്നും ഇവൾ കേൾക്കുന്നില്ലല്ലോ. പണി പാളി ഓടിക്കോ. നരകത്തിന് ജീവിക്കാൻ സമ്മതിക്കൂലേ? സന്തോഷമായി എനിക്ക്. പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ്. മോടെ സാമീപ്യവും പ്രാർത്ഥനയും എനിക്ക് ശക്തി പകരുന്നു. ഈ ആഞ്ഞ സമയ്ക്ക് ധൈര്യമായി. എനിക്ക് വേണ്ടിയും മോള് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും. മരിച്ചാലും മറക്കില്ലാട്ടോ. മത്തങ്ങ, വെണ്ടയ്ക്ക, പച്ചക്ക, മുരിങ്ങക്ക. ഹോ, ഇന്നും സാമ്പാറ്. ഊട്ടുമുറിയിൽ മണിയടിക്കാഞ്ഞതെന്തേ? സമയം 8 മണി കഴിഞ്ഞു. വിശന്നിട്ട് വയ്യ. പൂട്ടോടെ പുഴുങ്ങിയാ മതി മോളെ. നല്ല ചനച്ച പപ്പരങ്ങ. അതെ അതെ,
എന്താ സിസ്റ്റർ? ഇനി വന്നേ മോളെ. എന്താ വിളിച്ചത്? ആശ അടക്കം. അടക്കാം. ചേട്ടത്തിയേ, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? എന്റെ മോൾ എന്തേലും ചെയ്തു തന്നില്ലെങ്കിൽ ഈ ചേട്ടത്തിക്ക് ഒരു സന്തോഷവും ഇല്ല. അത് പറയണ്ടേ. എന്താ ഞാൻ ചെയ്യണ്ടേ? ദേ, ആ പൂട്ടുകുറ്റി കഴുകി ഒന്ന് അടുപ്പത്ത് വെച്ചേ. ഓ, പുട്ടുകുറ്റി. ഇത്ര ചെറിയ ജോലിയാ? എന്റെ ചേടത്തി, പുട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ ഉടൻ വെള്ളത്തിലിട്ട് വെക്കണം. അത് ശരിയാ. എന്തേ ചേടത്തി നോക്കിയേ, എന്തേ? ഇന്നലത്തെ പുട്ടുകറി ഉണങ്ങി അരക്ക പോലെ ഇരിക്കുക. എന്ത് പാടാ ഇതൊന്ന് കഴുകിയെടുക്കാൻ. ഓ, ജോലി തിരക്കിനിടെ ഞാൻ അതങ്ങ് മറന്നുപോയി. മോൾ അതങ്ങ് കൈയിട്ട് കഴുകിയേരും.